ദേഹമാസകലം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാന്നുള്ളതിൻ്റെ അടിച്ചു കൊന്നിരിക്കുന്നു. അതാണ് ചെറിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ. അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. ഒരു ക്രൂരമായ ഒരു മർദ്ദനം, അതുവഴി രക്തം പുറത്തേക്ക് പോയിക്കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് രക്തം പോയിക്കൊണ്ട് ഒരാൾ മരിക്കുന്നു. ഒരു ബ്രൂട്ടൽ മർഡർ, ആൾക്കൂട്ട കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. ഈ കൂട്ടമർദ്ദനം ഒരു കുറ്റകരമല്ല എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു തോന്നലുണ്ട്. കൂട്ടമർദ്ദനമായാലും അത് കുറ്റകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. മൃഗങ്ങളെപ്പോലെ, നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ആളുകളെ മൃഗങ്ങളെപ്പോലെ ആക്രമിച്ച് ഇങ്ങനെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ആക്രമണത്തിനിടയാകുന്നത് നമ്മളെ കേരള സമൂഹത്തിന് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ല. എല്ലാം കൊണ്ടും ശരീരത്തിൽ ആകമാകെ സകലം അദ്ദേഹത്തിന് ഇഞ്ചുറി കിട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ പോലീസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനോട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പോലീസിൻ്റെ അവിടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ട് ഇഞ്ചുറി ഉള്ളത്, എല്ലാ ഭാഗത്തും. അത് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ഫൈൻഡിങ്സൊക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്തിരിക്കൂ. ഇൻ ബ്രീഫ് അയാൾ കുറച്ചു കാലം സമയം ജീവിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു. കുറച്ചു കാലം സമയം ജീവിക്കാം. ഇൻ ബ്രീഫ് ദേഹമാസകലം ഒരാളെ അടിച്ചു കൊന്നു എന്ന് പറയാം. ഇല്ല, അത് പോലീസ് ബോഡി കഴിഞ്ഞ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ് തീരുമാനിക്കും. ഇല്ല, അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്. അതൊന്നും പോലീസിന് കൈമാറിയിട്ടുണ്ട്.